നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ആത്മീയ കാര്യങ്ങളിലും കുടുംബപരമായ ചടങ്ങുകളിലും കൂടുതലും താല്പര്യം പ്രകടമാകും. ഭവനത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. ദൈവിക ചിന്തകളോട് കാര്യങ്ങൾ ആരംഭിക്കുന്നത് മനസ്സമാധാനവും കാര്യവിജയവും നൽകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകരം ആദ്യ പകുതി ഭാഗം. പ്രവർത്തനങ്ങളിൽ ജാഗ്രതയും കൃത്യമായ ആസൂത്രണവും പുലർത്തേണ്ട ദിനമാണിത്. പണമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നത് നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതെ സംയമനം പാലിക്കുക. മിഥുനം രാശി മകരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പൊതുവേദികളിലും കൂട്ടായ്മകളിലും അഭിപ്രായങ്ങൾക്ക് പ്രത്യേകം പരിഗണന നൽകും. പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഇന്ന് കൂടുതൽ ലാഭവും പുതിയ കരാറുകളും പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുടെ പിന്തുണയോടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വേഗത്തിൽ പൂർത്തിയാക്കാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെടുകയും പ്രവർത്തനങ്ങളിൽ പുതിയ ഉത്സാഹവും കാര്യക്ഷമതയും പ്രകടമാവുകയും ചെയ്യും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കുന്ന ശുഭദിനമാണിത്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സർഗാത്മക ചിന്തകളിലൂടെ പുതിയ പ്രോജക്റ്റുകൾക്ക് വിജയകരമായി ആസൂത്രണം ചെയ്യാനാകും. സാമ്പത്തിക വിവേകപൂർവമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുന്നത് പുതിയ ഉന്മേഷം നൽകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഭവനം, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട ചില ചെലവുകൾക്ക് സാധ്യത കാണുന്നു. ഔദ്യോഗിക കാര്യങ്ങളിൽ ക്ഷമയോടെയുള്ള സമീപനം സ്വീകരിക്കുക. ബന്ധുക്കളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് മനസ്സിന് ആശ്വാസമേകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ പൂർണ്ണ വിജയം കൈവരിക്കും. ഹ്രസ്വദൂര യാത്രകൾ പുതിയ തൊഴിൽ സാധ്യതകൾക്ക് വഴിയൊരുക്കും. ധനകാര്യ ഇടപാടുകൾക്ക് കൂടുതൽ ലാഭകരമായി മാറും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സാമ്പത്തിക നില മെച്ചപ്പെടുകയും പുതിയ വരുമാന മാർഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. അനാവശ്യമായ വാഗ്വാദങ്ങൾ ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും. ബിസിനസ് രംഗത്ത് ക്രമാനുഗമമായ പുരോഗതി ദൃശ്യമാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ശാരീരികവും മാനസികവുമായ ചില ഊർജ്ജസ്വലതയുടെ ജോലികളിൽ ഏർപ്പെടാൻ സാധിക്കും. ദീർഘകാലമായി മനസ്സിൽ കരുതിയിരുന്ന പ്രധാന തീരുമാനങ്ങൾ ധൈര്യമായി നടപ്പിലാക്കാം. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. അപ്രതീക്ഷിത ചെലവുകൾ വരാൻ ഇടയുള്ളതിനാൽ പണച്ചെലവിൽ കൃത്യമായ അച്ചടക്കം പാലിക്കുക. അനാവശ്യ യാത്രകളും അമിത അധ്വാനവും ഒഴിവാക്കി കാര്യത്തിന് മതിയായ വിശ്രമം നൽകാൻ ശ്രദ്ധിക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. മുൻപ് ആവിഷ്കരിച്ച പദ്ധതികളിൽ നിന്നും നല്ല ലാഭം കൊയ്യാനാകും. പുതിയ സൗഹൃദങ്ങൾ വഴി വലിയ കാര്യസാധ്യതകൾ കൈവരും. പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി വർദ്ധിക്കുന്ന ദിനമാണിത്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഔദ്യോഗിക മേഖലയിൽ അനുകൂലമായ മാറ്റങ്ങളും മേലധികാരികളിൽ നിന്നുള്ള അംഗീകാരവും ലഭിക്കും. പുതിയ തൊഴിൽ ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിറയും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.